ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് MKPയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ജയ്പൂരിലേക്ക് ഏറ്റവും ചെലവ് കുറച്ച് നിങ്ങൾക്ക് എങ്ങനെ യാത്ര ചെയ്യാം, പ്ലസ് എവിടെ നിങ്ങൾ താമസിക്കണം, എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് ജയ്പൂരിലെത്തിയാൽ കാണാം. അതോടൊപ്പം തന്നെ ഈ ഒരു ജയ്പൂർ ട്രിപ്പിന്റെ ഐറ്റിനറി വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയ്പൂർ, ആഗ്ര, ഡൽഹി അങ്ങനെ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ട്രിപ്പ് എങ്ങനെ ഏറ്റവും ചെലവ് കുറച്ച് പ്ലാൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. ഇനി ജയ്പൂരിലേക്കും ഡൽഹിയിലേക്കും ആഗ്രയിലേക്കൊക്കെ യാത്ര ചെയ്യാനിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ജയ്പൂരിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. 1 ട്രെയിൻ, 2 ബൈ എയർ, 3 നമുക്ക് സെൽഫ് ഡ്രൈവ് ചെയ്ത് അങ്ങ് പോവാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ട്രെയിൻ, അത് നമുക്കൊന്ന് നോക്കാം. എറണാകുളത്ത് നിന്നും എല്ലാ ഞായറാഴ്ചയും രാത്രി 8:25 പുറപ്പെടുന്ന ഒരു ട്രെയിൻ ഉണ്ട്. 12977 ആണ് ട്രെയിനിന്റെ നമ്പർ. മരുസാഗർ എക്സ്പ്രസ്. ഏകദേശം 40 മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരെ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ കഴിയും. 920 രൂപ മാത്രമാണ് ഒരു സ്ലീപ്പർ ടിക്കറ്റിന്റെ ചാർജ് വരുന്നത്. ഇനി നമ്മൾക്ക് അല്പം കൂടെ സൗകര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് വരുന്നത് 5935 രൂപ മാത്രമാണ്. അപ്പൊ എല്ലാവരും നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്തോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 40 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകേണ്ടത് പിങ്ക് സിറ്റിയിലേക്കാണ്. പിങ്ക് സിറ്റിയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഏകദേശം 6.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും. അതായത് ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് എത്താം. ഒരു 100-150 രൂപ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിങ്ക് സിറ്റിയിലേക്ക് അവർ ഡ്രോപ്പ് ചെയ്യും. ഇനി നമുക്ക് ടാക്സി അല്ലെങ്കിൽ കാർ വേണമെന്ന് നിർബന്ധമുള്ളവര് യൂബർ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. ടാക്സി എടുക്കരുത്. ടാക്സി എടുത്താൽ അവർ നമ്മള് അറുക്കവാളുകൊണ്ട് അറുക്കും. അതുപോലെ ചാർജ് ആകും ടാക്സിക്ക്. ഓക്കെ, അപ്പോ നേരെ 6.5 കിലോമീറ്റർ യാത്ര ചെയ്ത് പിങ്ക് സിറ്റിയിൽ തന്നെ റൂം എടുക്കണം. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ജയ്പൂർ കാണാൻ പോകുന്ന കംപ്ലീറ്റ് എക്സൈറ്റിംഗ് കാഴ്ചകളെല്ലാം ഈ പിങ്ക് സിറ്റിയിൽ നിന്നും പോയി വരാൻ പറ്റുന്ന അത്രയും ദൂരം മാത്രമേ ഉള്ളൂ. കൂടുതലും കാഴ്ചകളും പിങ്ക് സിറ്റിയിൽ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളവയൊക്കെ അവിടുന്ന് വളരെ നിസ്സാര ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിങ്ക് സിറ്റിയിൽ റൂം എടുത്താൽ 3-4 കാര്യങ്ങൾ എല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ ഫ്ലൈറ്റ് ആണ് ഏറ്റവും നല്ല മാർഗം. ഒരല്പം എക്സ്പെൻസീവ് ആണ്, ഒരുപാടൊന്നുമല്ല. ഏകദേശം ഒരു 10,000 മുതൽ 12,000-15,000 രൂപ റേഞ്ച് വരെ ഫ്ലൈറ്റ് ടിക്കറ്റിനാവും. അപ്പോ നമുക്കൊരു 6 മണിക്കൂറാണ് ഫ്ലൈറ്റ് ടൈം വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ജയ്പൂരിലേക്ക് കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റുകൾ അധികം കാണാറില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ ഒക്കെ ലേ ഓവർ ചെയ്തിട്ട് പോകുന്ന ഫ്ലൈറ്റുകളിലാണ് നമ്മൾ പോകേണ്ടത്. അവിടെ എയർപോർട്ടിൽ നിന്നും 12.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പിങ്ക് സിറ്റിയിലേക്ക്. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ പുറകെ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ ആവശ്യമുള്ളവര് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അല്ലെങ്കിൽ ഇനി പേഴ്സണലായിട്ട് എന്തെങ്കിലും അഡ്വൈസ് ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ എന്റെ ഫോൺ നമ്പറും ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ജയ്പൂർ വിസിറ്റ് ചെയ്യേണ്ടത്? ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ, ആ ഒരു വിന്റർ സീസണിൽ തണുപ്പ് രാത്രികാലങ്ങളിൽ അധികമായിരിക്കും. നല്ല തണുപ്പുണ്ടാകും. ഏകദേശം ഒരു 3-4 ഡിഗ്രി വരെയൊക്കെ ചില സമയങ്ങളിലൊക്കെ താഴ്ന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സമയം ജയ്പൂരിലേക്ക് യാത്ര ചെയ്യാനുള്ളത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ റൂമും മറ്റു കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് വെക്കണം. കാരണം ആ ഒരു സമയം ജയ്പൂർ സിറ്റിയിലേക്ക് സഞ്ചാരികളുടെ വലിയ രീതിയിലുള്ള ഒഴുക്കുണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം, ഈ സമയങ്ങളിൽ ജയ്പൂരിൽ പകൽ സമയങ്ങളിൽ അത്യാവശ്യം ചൂടുണ്ട്, അതും മറക്കരുത്. ഇനി നമ്മൾക്ക് എത്ര ദിവസം കൊണ്ട് ജയ്പൂർ കണ്ടു തീർക്കാം എന്നും കൂടെ ഞാൻ പറയാം. ഏകദേശം ഒരു 3 ദിവസം മിനിമം നമുക്ക് ജയ്പൂർ കാണാൻ വേണം. 3 മുതൽ 5 വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ഒരു കാഴ്ചകളും മിസ്സാവാതെ എല്ലാം വളരെ ടൈം എടുത്ത് തന്നെ ജയ്പൂരിൽ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു 4 ദിവസം കൂടെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഗോൾഡൻ ട്രയാങ്കിൾ, ഇന്ത്യയിലെ ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ജയ്പൂർ, ആഗ്ര, ഡൽഹി, ആ 3 സ്ഥലങ്ങളും മനോഹരമായിട്ടുള്ള ഒരുപാട് ചരിത്ര പ്രാധാന്യങ്ങളുള്ള 3 സ്ഥലങ്ങളും നമുക്ക് കണ്ടു തീർക്കാം. അതായത് നമ്മൾ ജയ്പൂർ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ആഗ്രയിലേക്ക് പോകാം. ഏകദേശം 240 കിലോമീറ്റർ, അതായത് ഒരു 4-5 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രയിലെത്തി അവിടുത്തെ മുഴുവൻ കാഴ്ചകളും കണ്ട് മാക്സിമം ഒരു 2 ദിവസം അവിടെ സ്റ്റേ ചെയ്താൽ നമുക്ക് കാഴ്ചകളെല്ലാം വിശദമായി കണ്ട് അവിടുത്തെ ഫുഡും മാർക്കറ്റും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ആഗ്ര പേടയും ബാക്കി അവിടെ നമുക്ക് കിട്ടുന്ന ലോക്കൽ അടിപൊളി കുറെ ഡ്രസ്സുകളും ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ ഡൽഹിക്ക് വിടാം. ഡൽഹി 230 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആഗ്രയിൽ നിന്നും. അതും ഈ പറയുന്നത് പോലെ തന്നെ 4-5 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഡൽഹിയിലെത്താം. കുത്തബ് മിനാറും അവിടുത്തെ ഒരുപാട് വിശേഷപ്പെട്ട കാഴ്ചകളെല്ലാം കണ്ട് അവിടുന്ന് നേരെ അവിടുത്തെ ലോക്കൽ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. സരോജിനി നഗർ മാർക്കറ്റും അങ്ങനെ
വളരെ ഫേമസ് ആയിട്ടുള്ള ധാരാളം മാർക്കറ്റുകളുണ്ട്. അവയെല്ലാം എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം നമുക്ക് നേരെ ഡൽഹിയിൽ നിന്നും തിരിച്ച് വിമാനമോ ട്രെയിനോ കയറി നാട്ടിലേക്ക് എത്താൻ പറ്റും. ധാരാളം ട്രെയിൻ ഡൽഹിയിൽ നിന്നും നമുക്ക് നാട്ടിലേക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ബാക്ക് ടു ജയ്പൂർ. എന്തുകൊണ്ടാണ് നമ്മൾ പിങ്ക് സിറ്റിയിൽ തന്നെ താമസിക്കുന്നതെന്ന് വെച്ചാൽ പിങ്ക് സിറ്റിക്ക് ചുറ്റുമാണ് ജയ്പൂർ നഗരത്തിലെ മുഴുവൻ കാഴ്ചകളുള്ളത്. ഏറ്റവും ദൂരം നമുക്ക് പോകേണ്ട 2 കാഴ്ചകളേ ഉള്ളൂ. ഒന്ന് അമീർ ഫോർട്ട്, ജയ്ഗർ ഫോർട്ട്, പിന്നെ അതോടൊപ്പം തന്നെ എലഫന്റ് വില്ലേജ്. ഈ കാഴ്ചകളിലേക്ക് മാത്രമേ നമ്മൾ കുറച്ച് ദൂരത്തേക്ക് യാത്ര ചെയ്യേണ്ടതുള്ളൂ. അതും മാക്സിമം ഒരു 15 കിലോമീറ്ററിനുള്ളിൽ മാത്രം. അതായത് പിങ്ക് സിറ്റിയിൽ നിന്ന് 15 കിലോമീറ്റർ മാത്രം. അപ്പോൾ ബാക്കിയുള്ള മുഴുവൻ കാഴ്ചകളും ഈ ഒരു പിങ്ക് സിറ്റിക്ക് ചുറ്റുമാണുള്ളത്. നമുക്ക് നൈറ്റ് ലൈഫ് ഏറ്റവും മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ പിങ്ക് സിറ്റിക്കുള്ളിൽ തന്നെയാണ്. അപ്പോൾ പിങ്ക് സിറ്റിയിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് വരെ പിങ്ക് സിറ്റിയിലെല്ലാം കറങ്ങി നടന്ന അവിടുത്തെ ഫുഡും കാര്യങ്ങളും കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം മിഡ് നൈറ്റ് ആകുമ്പോൾ നമ്മുടെ റൂമിലേക്ക് വരാൻ വളരെ സേഫ് ആണ്. നല്ലൊരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ജയ്പൂർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ജയ്പൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണണം, എങ്ങനെ കാണണം, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ജയ്പൂർ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ നേരെ ഹവാമഹലിന്റെ അടുത്തേക്ക് ചെല്ലുക. അവിടുത്തെ ഈവനിങ് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നാൽ സമയം പോകുന്നത് അറിയേയില്ല. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പിങ്ക് സിറ്റി നിങ്ങൾ എത്തുന്ന ദിവസം തന്നെ എക്സ്പ്ലോർ ചെയ്യണം. ഇനി ഡേ 2 അതിരാവിലെ എഴുന്നേറ്റിട്ട് നേരെ ഒരു യൂബർ പിടിച്ചിട്ട് പോകേണ്ട സ്ഥലമാണ് അമീർ ഫോർട്ട്. അമീർ ഫോർട്ടിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഭൂൽ ഭൂലയും ധാരാളം ഹിന്ദി സിനിമകൾക്കും ഒക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള ആ ഒരു സ്ഥലം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതൊരു മലയുടെ മുകളിൽ നിൽക്കുന്ന വലിയൊരു കൊട്ടാരമാണ്. ഒരു കോട്ടയെന്ന് വേണമെങ്കിലും പറയാം. അതിൽ ഒരു തടാകവും അതിനകത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൂന്തോട്ടവും പിന്നെ അതോടൊപ്പം തന്നെ ശീഷ് മഹൽ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് കണ്ണാടി ചില്ലുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു കൊട്ടാരവും അതോടൊപ്പം തന്നെ ഒരു മാനുവലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് രാജാവ് സ്വന്തം മുറി തണുപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സംവിധാനങ്ങളും അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു കൊട്ടാരമാണ് ഈ അമീർ ഫോർട്ട് എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട കാഴ്ച ഇതൊന്നുമല്ല, രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന എലിഫന്റ് സഫാരിയാണ്. ആ മലമുകളിൽ നിൽക്കുന്ന കോട്ടയിലേക്ക് ആനപ്പുറത്ത് കയറി നമുക്ക് സഫാരി ചെയ്യാൻ പറ്റും. അതിന്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നവര് എലിഫന്റ് സഫാരി കാണാൻ താല്പര്യമുള്ളവര് അല്ലെങ്കിൽ അതിനകത്ത് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവര് നേരെ ഈ ലിങ്കിൽ കയറി ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തോളൂ. ഇനി അമീർ ഫോർട്ടിനെ കുറിച്ച് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ അമീർ ഫോർട്ടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, എന്തൊക്കെ കാണണം, അമീർ ഫോർട്ടിൽ എന്തൊക്കെയാണുള്ളതെന്ന്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാകും. ഈ അമീർ ഫോർട്ട് കുറച്ചൊരു സമയം കഴിഞ്ഞ്, അതായത് 10 മണിക്ക് ശേഷം വരികയാണെങ്കിൽ നല്ല ചൂടാകും. ഇവിടുത്തെ എലിഫന്റ് സഫാരിയൊക്കെ ആ സമയമാകുമ്പോൾ അവസാനിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അമീർ ഫോർട്ടിലേക്ക് എത്തുമ്പോൾ അതിരാവിലെ തന്നെ വരിക. എലിഫന്റ് സഫാരിക്കും അമീർ ഫോർട്ടിലേക്കുള്ള ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് വരിക. കാഴ്ചകൾ ആസ്വദിക്കുക. ഈ ഒരു വിശേഷപ്പെട്ട സ്ഥലം കഴിഞ്ഞാൽ നേരെ പോകേണ്ട 2ാമത്തെ സ്ഥലമാണ് എലിഫന്റ് വില്ലേജ്. അമീർ ഫോർട്ടിലേക്ക് എലിഫന്റ് സഫാരി നടത്തുന്ന മുഴുവൻ ആനകളെയും പാർപ്പിക്കുന്ന ആ ഒരു സ്ഥലമാണ് എലിഫന്റ് വില്ലേജ് എന്ന് പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും എലിഫന്റ് സഫാരി നടത്താം. ആനപ്പുറത്ത് കയറി അവിടെ ആ ഒരു വില്ലേജിന് ചുറ്റും നമുക്ക് യാത്ര ചെയ്യാം. അതോടൊപ്പം തന്നെ എലിഫന്റിനെ ഫീഡ് ചെയ്യാം. ഇതിനൊക്കെ വളരെ ചെറിയൊരു തുച്ഛമായിട്ടുള്ള ഫീസേ അവിടെ ഈടാക്കുന്നുള്ളൂ. അപ്പോൾ കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. അവിടെ നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളൊക്കെ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി ഈ 2 കാഴ്ചകളും കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഉച്ച സമയമാകും. തിരിച്ച് നേരെ ജയ്ഗർ ഫോർട്ട് ലൊക്കേഷൻ ഇടുക. ജയ്ഗർ ഫോർട്ടിലേക്ക് എത്തുക. ജയ്ഗർ ഫോർട്ടിന്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ മലമുകളിൽ നിൽക്കുന്ന വലിയൊരു കോട്ടയാണ്. ഈ അമീർ ഫോർട്ടിനോട് ചേർന്നിട്ട് തന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന വലിയൊരു മലയിൽ ഒരു കോട്ടയുണ്ട്. പഴയ രാജാവിന്റെ പട്ടാളം മുഴുവൻ താമസിച്ചിരുന്നതും ഈ ജയ്പൂർ നഗരം മുഴുവൻ അവർ ആ മലമുകളിൽ നിന്നാണ് വാച്ച് ചെയ്തിരുന്നത്. ഇതൊന്നുമല്ല അവിടുത്തെ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ച. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പീരങ്കി, വീലിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള പീരങ്കി ഇന്നും ഉള്ളത് ഇന്ത്യയിലെ ഈ രാജസ്ഥാനിലെ ജയ്ഗർ ഫോർട്ടിലാണ്. 400 വർഷം പഴക്കമുള്ള ആ ഒരു പീരങ്കി കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നേരെ തിരിച്ചിറങ്ങിയാൽ പിങ്ക് സിറ്റിയിലേക്ക് തന്നെ വരുന്ന വഴിയിൽ, അതായത് അവിടുന്ന് തിരിച്ചിറങ്ങി പിങ്ക് സിറ്റിയിലേക്കുള്ള വഴിയിൽ തന്നെയാണ് ജയ്പൂരിലെ അടുത്ത മഹാത്ഭുതം ജൽമഹൽ. വലിയൊരു തടാകത്തിന്റെ നടുക്ക് നിൽക്കുന്ന ജൽമഹൽ. ജയ്പൂർ എന്ന് നമ്മൾ ഇന്റർനെറ്റിൽ എവിടെ സെർച്ച് ചെയ്താലും നമുക്ക് ആദ്യം കിട്ടുന്ന പടങ്ങളിലൊന്ന് ഹവാമഹലും 2ാമത്തത് ജൽമഹലുമാണ്. അപ്പോൾ അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഈ തടാകവും ജൽമഹലും ഒക്കെ കാണാൻ അതിഗംഭീരമാണ്. അവിടെയും നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. ട്രഡീഷണൽ രാജസ്ഥാനി ഡ്രസ്സ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. രാജസ്ഥാനി ഡ്രസ്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. ജൽമഹൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മനോഹരമായ ഫോട്ടോസ് എടുക്കാൻ അവിടെ ധാരാളം ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഈ ജൽമഹലിന്റെ തടാകത്തിൽ ധാരാളം മീനുകളുണ്ട്. അവിടുന്ന് തന്നെ ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇവർക്കൊക്കെ ഫീഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഈ ഒരു ഒറ്റ ദിവസം, ആദ്യത്തെ 1ാമത്തെ ദിവസം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ വൈകുന്നേരം വരെ നമ്മൾ സ്പെൻഡ് ചെയ്താൽ നേരെ ഹവാമഹലിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങിയാൽ നമുക്ക് നൈറ്റ് ലൈഫ് അവിടെ നിന്ന് തുടങ്ങാം. ധാരാളം റൂഫ് ടോപ്പ് റെസ്റ്റോറന്റുകളും അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ നമുക്ക് ഈ ഒരു ഹവാമഹലിന്റെ ഫ്രണ്ടിലുള്ള സ്ട്രീറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ രാത്രി കാലം ഒരിക്കലും റൂമിൽ പോയി കിടന്നുറങ്ങരുത്. അപ്പോൾ രാത്രി നമ്മൾ മാക്സിമം
എടുക്കാൻ പറ്റുന്ന മാക്സിമം സമയം നമ്മൾ നേരെ പിങ്ക് സിറ്റിയിൽ അലഞ്ഞു തിരിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നടക്കണം. എന്നിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങി അടുത്ത ദിവസത്തേക്കുള്ള ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെ ഒന്നാമത്തെ ദിവസത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങിയാൽ രണ്ടാമത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് കണ്ടതെന്ന് വെച്ചാൽ നേരെ സിറ്റി പാലസിലേക്ക് പോവുക. സിറ്റി പാലസ് ഈ ഹവാ മഹലിന്റെ തൊട്ട് പുറകിൽ തന്നെയാണ്. അതായത് നമ്മൾ പിങ്ക് സിറ്റിയിലാണ് റൂം എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ നമുക്ക് സിറ്റി പാലസിന്റെ ടിക്കറ്റിംഗ് കൗണ്ടറിലേക്ക് എത്താം. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ സിറ്റി പാലസിന്റെ ഫ്രണ്ടിൽ ഇറങ്ങുക, ഒരു ടിക്കറ്റ് എടുക്കുക. 50 രൂപയാണ് ഒരു ഇന്ത്യന് ചാർജ് ആവുന്ന ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നേരെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇന്നത്തെ ജയ്പൂർ രാജാവ് താമസിക്കുന്ന ആ ഒരു കൊട്ടാരവും അതിനകത്തുള്ള മ്യൂസിയവും മറ്റ് കാഴ്ചകളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി ഇതിന്റെ തൊട്ടു പുറകിൽ തന്നെയാണ് ജന്തർ മന്തർ. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൺഡയലും 400 വർഷം അല്ല 300 വർഷങ്ങൾക്ക് മുൻപ് രാജാവ് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി അത് സ്ഥിതി ചെയ്യുന്നത് ഈ ജയ്പൂരിലെ സിറ്റി പാലസിന്റെ തൊട്ടു പുറകിലുള്ള കോമ്പൗണ്ടിലാണ്. അവിടേക്കും 50 രൂപ മാത്രം നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിശദമായിട്ട് അത് കാണാൻ പറ്റും. മസ്റ്റായിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 300 രൂപ കൊടുത്ത് ഒരു ഗൈഡിനെ ബുക്ക് ചെയ്യണം. കാരണം അതിനകത്ത് ഒരുപാട് വിശേഷപ്പെട്ട കാഴ്ചകളുണ്ട്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുകയുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊന്നും വ്യക്തമാകുകയില്ല. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് നേരെ തൊട്ടടുത്ത സ്ഥലം അവിടെ നിന്ന് ഒരു 200 മീറ്ററും കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഹവാ മഹലിന്റെ ടിക്കറ്റിംഗ് കൗണ്ടറിലേക്ക് എത്താം. ഹവാ മഹലും കണ്ടതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ. കാരണം തൊട്ടടുത്ത് തന്നെ ഹവാ മഹലിന്റെ ടിക്കറ്റിംഗ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ഹവാ മഹലിന്റെ 5 നിലകളും നമുക്ക് കയറി നടന്ന് കാണാം. അതിനകത്തും ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പ്രീവിയസ്ലി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ മുഴുവൻ ജയ്പൂർ സീരീസിലെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജയ്പൂരിൽ തന്നെ ധാരാളം ലെതർ മാർക്കറ്റുകളും തുണി മാർക്കറ്റുകളും അതോടൊപ്പം തന്നെ വെജിറ്റബിൾ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കയറി ഇറങ്ങി കണ്ട് ധാരാളം ഷോപ്പിങ്ങുകളൊക്കെ ചെയ്യാം. ഡ്രസ്സുകൾക്ക് ഇവിടെ ഭയങ്കര വിലക്കുറവാണ്, പ്രത്യേകിച്ച് വെഡിങ് ഡ്രസ്സുകൾക്ക്. ഇനി നിങ്ങൾ വെഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇവിടുത്തെ ഡ്രസ് മാർക്കറ്റിൽ നിന്നും ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ പോവാം. അതോടൊപ്പം തന്നെ ലെതർ മാർക്കറ്റിൽ ജെന്യുവൻ ആയിട്ടുള്ള ക്യാമൽ ലെതർ കൊണ്ടുണ്ടാക്കുന്ന ധാരാളം ബാഗുകളും ബെൽറ്റുകളും ഷൂസുകളും ചെരുപ്പുകളും ഒക്കെ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷോപ്പിങ്ങിന് ടൈമും പൈസയും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഇവിടുന്ന് ഷോപ്പ് ചെയ്യണം. അതുപോലെ ജെന്യുവൻ ആയിട്ടുള്ള ലെതർ നമുക്ക് ഇന്ത്യയിൽ മറ്റെങ്ങും ലഭിക്കുകയില്ല. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നേരെ പോകേണ്ടത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മ്യൂസിയത്തിലേക്കാണ്. ആൽബർട്ട് ഹാൾ മ്യൂസിയം. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിയമാണ്. പക്ഷേ ഇതിനകത്ത് ധാരാളം കാഴ്ചകളുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാഴ്ച. ഇവിടെ ഒരു മമ്മിയുണ്ട്. പണ്ട് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഒരു മമ്മി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 4000 വർഷം പഴക്കമുള്ള ആ ഒരു സ്ത്രീയുടെ മമ്മിയാണുള്ളത്. അങ്ങനെ 4000 വർഷം പഴക്കമുള്ള ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മമ്മി കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഈ ഒരു ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിൽ എത്തിയാൽ പറ്റും. അപ്പോൾ ഇവിടെ കയറി നമ്മൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആൽബർട്ട് ഹാൾ മ്യൂസിയം, അവിടുത്തെ മമ്മിയും. അത് കണ്ടതിന് ശേഷം നേരെ അന്ന് ഈവനിങ് നമ്മൾ പോകേണ്ട സ്ഥലമാണ് ബിർള ഹൗസ് മന്ദിർ. ജയ്പൂരിൽ നിന്നും അതായത് പിങ്ക് സിറ്റിയിൽ നിന്നും ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ഒരു ഓട്ടോയിൽ അല്ലെങ്കിൽ ഒരു യൂബർ എടുത്ത് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിർള ഹൗസ് മന്ദിറിലെത്താം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു പുരാതനമായിട്ടുള്ള കോട്ടയുണ്ട്. ആ ലാൻഡ്സ്കേപ്പ് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ബിർള ഹൗസ് മന്ദിർ നിൽക്കുന്നത്. തിരിച്ച് അവിടുത്തെ ക്ഷേത്രത്തിലെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ വീണ്ടും ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിലേക്ക് രാത്രിയാകുമ്പോൾ പോകണം. കാരണം രാത്രി സമയങ്ങളിൽ ആൽബർട്ട് ഹാൾ മ്യൂസിയം കാണുക എന്ന് പറയുന്നത് അതൊരു മനോഹര കാഴ്ചയാണ്. അങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇതെങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഇതിന്റെ ഫ്രണ്ടിൽ വലിയൊരു പൂന്തോട്ടം കൂടെയുണ്ട്. അതിലങ്ങനെ നമ്മൾ വൈകിട്ട് പോയി സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ രാത്രി അത് മനോഹരമായിരിക്കും. അപ്പോൾ തീർച്ചയായും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു കാഴ്ചയാണ് ജയ്പൂരിലെത്തിയാൽ ഈ ആൽബർട്ട് ഹാൾ മ്യൂസിയം. ഇനി നിങ്ങൾക്ക് അല്പം കൂടെ സമയമുണ്ടെങ്കിൽ ജയ്പൂർ എത്തിയാൽ കാണേണ്ട കുറച്ച് കാഴ്ചകളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊരു ഡീറ്റെയിൽഡ് ഐറ്റിനറി ആയിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 6-7 ദിവസം എടുത്ത് ജയ്പൂർ കാണാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഐറ്റിനറിയും കൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജയ്പൂരിൽ എത്തിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കാഴ്ചകൾ നമ്മൾ കാണേണ്ടത് ഏത് സമയത്താണെന്ന് അറിയാമോ? അതിരാവിലെ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങണം. ഏകദേശം ഒരു 9 മണിക്കും 11:30ക്കും ഇടയ്ക്കും നമ്മൾ കാഴ്ചകളൊക്കെ കയറി നടന്ന് കാണണം. പിന്നെ ഒരു 11:30 മുതൽ 3-3:30 വരെ നമ്മൾ അത്യാവശ്യം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറന്റിൽ കയറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈഡ് ഔട്ടിൽ പോയി നമ്മൾ റെസ്റ്റ് എടുക്കണം. കാരണം അതിഭീകര വെയിലാണ്, നല്ല ചൂടാണ്. പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 3:30 മുതൽ രാത്രി എത്ര നേരം വേണമെങ്കിലും, അതായത് പാതിര വരെ നമുക്ക് എവിടെ വേണമെങ്കിലും കറങ്ങി നടക്കാം. മ്യൂസിയങ്ങളും കൊട്ടാരങ്ങളൊക്കെ ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജൽമഹലും അതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ധാരാളം ഓപ്പൺ ഫീൽഡുകളും പാർക്കുകളും പിന്നെ ഹവാ മഹലിന്റെ ഫ്രണ്ടിലുള്ള ഏരിയയും അതോടൊപ്പം തന്നെ ധാരാളം ഓപ്പൺ ഏരിയകളൊക്കെ ജയ്പൂരിൽ രാത്രി
വളരെ ലൈവാണ്. അപ്പോൾ നൈറ്റ് ലൈഫ് ആസ്വദിക്കാം. ഇനി നമ്മൾ ജയ്പൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, അതായത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാതെ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ ജാക്കറ്റ്. അതായത് നമ്മൾ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജാക്കറ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ അതിഭീകര തണുപ്പാണ്. പിന്നെ പകൽ സമയങ്ങളിൽ നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ സൺഗ്ലാസും സൺസ്ക്രീമും ഒരിക്കലും മറക്കരുത്. ഇത് രണ്ടും കയ്യിലെടുത്തിട്ടുണ്ടാവണം. ഒരു മോയ്സ്ചറൈസറും. ഇനി നമ്മൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് നമ്മുടെ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കണം. കാരണം ഡീഹൈഡ്രേഷൻ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ജയ്പൂർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ മാർക്കറ്റ് കാണണം എന്ന് ഞാൻ പറയാം. ഒന്ന്, ഇവിടുത്തെ ലെതർ മാർക്കറ്റ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ജെനുവിൻ ലെതർ ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടും. രണ്ട്, ഡ്രസ് മാർക്കറ്റ്. ഭയങ്കര വിലക്കുറവിൽ ഒരുപാട് നല്ല ട്രഡീഷണൽ രാജസ്ഥാനി ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും. ഇനി ഓർണമെന്റ്സ് മാർക്കറ്റ്. ഇവിടെ ജയ്പൂർ എല്ലാവരും കലാകാരന്മാരാണ്. അവർ കല്ലിൽ നിന്ന് വരെ ധാരാളം കലാവിരുതുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ ജെം സ്റ്റോൺ മാർക്കറ്റും ഓർണമെന്റ്സ് മാർക്കറ്റും നമ്മൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് സമയമുണ്ടെങ്കിൽ വെജിറ്റബിൾ മാർക്കറ്റും കൂടെ ഒന്ന് നടന്ന് കാണാം. സൂപ്പർ എക്സൈറ്റിംഗ് സ്ഥലങ്ങളാണെല്ലാം. ഈ സ്ഥലങ്ങളുടെ എല്ലാത്തിന്റെയും ലിങ്ക്, അതായത് ലൊക്കേഷൻ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാറ്റഗറൈസ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു സ്ഥലങ്ങളുടെ ലിങ്കുകളും കോപ്പി ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എവിടെ തുടങ്ങണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്യാം, പിന്നെ ഞാൻ ബുക്ക് ചെയ്ത റൂമിന്റെ ലിങ്ക്, എന്റെ ഫോൺ നമ്പർ എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജയ്പൂർ പോകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനത് നോട്ട് ചെയ്യാം. അപ്പോൾ MKPയോടൊപ്പം ട്രാവൽ ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദി. നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.